ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. മോമോസൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്ത പലഹാരങ്ങൾ ഇഷ്ടമാവാത്തവർക്ക് ഇത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. കൂടെ നല്ലൊരു അടിപൊളി സോസും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ചെറു ചൂടുവെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. കുഴച്ചെടുക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കുഴച്ചെടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ളൊരു ഫില്ലിങ് ഞാനൊന്ന് ജസ്റ്റ് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് 2 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് ചെറുതായി പൊടിയായി കൊത്തിയരിഞ്ഞതാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നില്ല. ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട്. അതിന് മുന്നേ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്ന് ഞാൻ ചോപ്പറിലിട്ടൊന്ന് കണ്ട് ജസ്റ്റ് വലിച്ചെടുത്തതാണ്. അപ്പോൾ അതുപോലെ പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഒരു ടിപ്പിംഗ് സോസാണ്. സൺഫ്ലവർ ഓയിലാണ് 1.5 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നത്. ചെറുതായി പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി 3-4 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ തക്കാളിയും കാശ്മീരി മുളകും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത പേസ്റ്റാണിത്. അത് നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. സോസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ സമൂസയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണല്ലോ സാധാരണ ചെയ്യാറുള്ളത്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഷീറ്റ് റെഡിയാക്കി എടുക്കുകയൊന്നും വേണ്ട. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനുവേണ്ടി ഞാനിതാ ഓരോന്നായിട്ട് ഇതുപോലെ ഷേപ്പൊന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കോലത്തിൽ നമുക്കിതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഞാനിതാ പരത്തിയെടുത്തിട്ടുള്ളത് ഓരോന്നും ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയില്ലാണ്ട് വേണ്ട, എന്നാൽ നല്ല കട്ടിക്കും വേണ്ട കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലൊരു അച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. സമൂസയുടെ ആ ഒരു ചെറിയ ഷേപ്പിലൊക്കെ ഉള്ള ഒരു മോൾഡാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ മുകളിലേക്കായിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കുഴിയിലായിട്ട് ഏതെങ്കിലും ഒരു കുഴിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് നിറച്ച് വെച്ച് കൊടുക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ആ വക്ക് ഭാഗത്ത് ഫില്ലിങ് ആവാത്ത രീതിയിൽ ആ ഉള്ളിൽ മാത്രം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ആ ഫില്ലിങ് തടഞ്ഞിട്ട് അവിടെ മുറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം അങ്ങോട്ട് മുറിച്ചെടുത്താൽ മതി. ബാക്കി ഭാഗം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. വീണ്ടും അത് പരത്തിയെടുത്തിട്ട് ഒന്ന് ഷീറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് മോൾഡിൽ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മോൾഡിൽ നിന്ന് നമുക്ക് സമൂസ ഇതുപോലെ അടർത്തിയെടുക്കാം. ഓയിൽ തടവി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് കിട്ടില്ല. അങ്ങനെ ആദ്യത്തേത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും എല്ലാം ഞാനിതാ ഇതുപോലെ ഷീറ്റ് പരത്തിയെടുത്ത് ഫില്ലിങ് വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എത്ര എളുപ്പത്തിൽ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തു. നമുക്ക് മാവ് കുഴച്ച് ഒരുപാട് നേരം അങ്ങോട്ട് പരത്തി മുറിച്ച് കട്ട് ചെയ്ത് ചുട്ടെടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മളിത് സാധാരണ മോമോസൊക്കെ ആവിയിൽ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മേളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. തട്ടിൽ ഞാൻ ഇത്തിരി ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. അല്ലെങ്കിൽ ഇത് വേവിച്ചെടുത്തിട്ട് പിന്നീട് നമ്മളതിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടി മേലായിട്ട് വെച്ച് കൊടുക്കേണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ 2 ഭാഗമായിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി വെച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് മൂടി വെക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടുന്നതാണ്. അങ്ങനെ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ട് അത് മുറിഞ്ഞ് വരും നമ്മളത് എടുക്കുന്ന സമയത്ത്.
അങ്ങനെ കണ്ടില്ലേ, നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസും ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. സമൂസയുടെ മോൾഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തി കട്ട് ചെയ്തിട്ട് ഫില്ലിങ് വെച്ചെടുത്ത് സമൂസയുടെ ആകൃതിയിൽ ഒട്ടിച്ചെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ടും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.